റാന്നിയിൽ തോട്ടം തൊഴിലാളിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ പ്രതിയെ ജീവപര്യന്തം തടവിനും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തോട്ടം തൊഴിലാളിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതിയെയാണ് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ സെഷൻ കോടതി 3 ജഡ്ജ് മിനിമോൾ എഫ് ശിക്ഷ വിധിച്ചത്. നെടുമങ്ങാട് കുറ്റിച്ചൽ മുണ്ടാനിട MN നഗർ എന്ന സ്ഥലത്ത് ലക്ഷം വീട്ടിൽ പ്രകാശ് 38നെയാണ് ശിക്ഷിച്ചത്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2017-ലാണ്. റാന്നി കുമ്പളത്തം എന്ന സ്ഥലത്ത് റാന്നി സ്വദേശിയായ നേസയ്യൻ എന്നയാളുടെ റബ്ബർ തോട്ടം നോട്ടക്കാരനായ സലോമൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഈ തോട്ടത്തിലെ പണിക്കാരനായ പ്രതി തോട്ടത്തിലെ ജോലി ചെയ്യുന്നില്ലെന്നുള്ള വിവരം തോട്ടം ഉടമയെ അറിയിച്ചുള്ള വിരോധ നിമിത്തം ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കാട് വെട്ടാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉപയോഗിക്കാൻ വാങ്ങി സൂക്ഷിച്ചിരുന്ന പെട്രോൾ ഒഴിച്ച് മൃതദേഹം കത്തിച്ച് വികൃതമാക്കി. കൃത്യത്തിന് ശേഷം നാട് വിട്ടുപോയ പ്രതിയെ അന്നത്തെ റാന്നി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ന്യൂമാന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ TD പ്രജീഷും സംഘവും പാലോട് വനത്തിൽ നിന്നും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കേസിന്റെ അന്വേഷണം നടത്തി പ്രതിയുടെ പേരിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് ഇപ്പോൾ പത്തനംതിട്ട DYSP ആയി ജോലി നോക്കിവരുന്ന ന്യൂമാനാണ്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ബിന്നി ഹാജരായി. പ്രോസിക്യൂഷൻ നടപടിക്ക് CPO മഹേഷ് സഹായിയായി.